ഹേ ഗൈസ്, അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം ഞാൻ ഈ ഒരു കേക്ക് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞാൻ നോട്ട് എഴുതാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറേ എഴുതാനുണ്ടായിരുന്നു. ഞാൻ വരാത്ത ദിവസത്തിൻ്റെയൊക്കെ കുറച്ച് പെൻഡിങ് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് ഞാനിപ്പോൾ എഴുതുന്നത് ബിസിനസ്സാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എഴുതാനുള്ളതും ബിസിനസ് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ബുക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് ഞാൻ എഴുതി തീർത്തിട്ട് നിനക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ ഈ നോട്ട്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുറേ എഴുതാനുണ്ടായിരുന്നു. എനിക്ക് വന്നപ്പോൾ തന്നെയുള്ള ഏറ്റവും വലിയ ടാസ്ക് ഇതാണ്. ഇത് കഴിഞ്ഞ ശേഷം വേണം എനിക്ക് എൻ്റെ എക്കണോമിക്സിൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരുമാതിരി പ്രാന്ത് പിടിച്ചൊരു ദിവസമായിരുന്നു. സ്കൂളിൽ ചെന്നിട്ടാണെങ്കിലും ഞാൻ നോട്ട് എഴുതുക തന്നെയായിരുന്നു. ക്ലാസ് രണ്ട് പീരീഡ് ഫ്രീ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പീരീഡിലൊക്കെ ഞാൻ മാക്സിമം എൻ്റെ നോട്ട് എഴുതി തീർക്കലായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള പണി ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ അക്കൗണ്ടൻസിയും കുറച്ച് സബ്ജക്റ്റൊക്കെ എൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആണ്. എൻ്റെ IP കംപ്ലീറ്റ് ആണ്, അക്കൗണ്ടൻസി കംപ്ലീറ്റ് ആണ്, ഇംഗ്ലീഷ് കംപ്ലീറ്റ് ആണ്. ഈ കംപ്ലീറ്റ് അല്ലാണ്ടിരിക്കുന്നത് എക്കണോമിക്സും പിന്നെ ബിസിനസ്സുമാണ്. അതിനാണെങ്കിൽ കുറേ ഉണ്ട് എഴുതാനുണ്ട്. 2 സബ്ജക്റ്റും ഏറ്റവും കൂടുതൽ ഉള്ളത് ബിസിനസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ സ്കൂളിൽ വെച്ചും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് ബിസിനസ് തന്നെയായിരുന്നു. എന്തുകൊണ്ടും ഇത് എഴുതിയിട്ടും തീരാത്ത പോലെ എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഇൻവേഴ്സ് ടീച്ചർ സെറമണി 16th ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളുടെ സ്കൂളുകാരായിരിക്കും ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നടത്താൻ പോകുന്നത്. ബാക്കി മിക്ക സ്കൂളുകളിലെയും ഈ ഒരു സെറമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്കൂളിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത്. ആ ഒരു സെറമണിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹാപ്പിയുമാണ്, അതുപോലെ തന്നെ കുറച്ച് നെർവസും കൂടിയാണ്. എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഒരു കൈൻഡ് ഓഫ് മിക്സ്ഡ് ഫീലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഏതായാലും കുറച്ചധികം എക്സൈറ്റഡും കൂടിയാണ് ഞാൻ ആ ഒരു സെറമണിക്ക് വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് കാത്തിരുന്നതാണ് ഇത് എപ്പോൾ നടക്കുമെന്ന്. കാരണം മിക്ക സ്കൂളുകളിൽ നടക്കുമ്പോഴും ഞാൻ വിചാരിക്കും ഇനി നമ്മുടെ ഉണ്ടാവും, അടുത്ത നമ്മുടെ ആയിരിക്കും, അടുത്ത മാസം ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉണ്ടാവും എന്ന് പറഞ്ഞ് ലാസ്റ്റ് 16th പറഞ്ഞേക്കാണ്. ഇനി 6 ദിവസം കൂടിയേ ഉള്ളൂ ഞങ്ങളുടെ സെറമണിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ 26th ഞങ്ങളുടെ സ്കൂൾ അങ്ങോട്ട് അടക്കി. പിന്നെ എക്സാമിൻ്റെ അന്ന് എന്തായാലും തുറക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എക്സാം അക്കൗണ്ടൻസി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അക്കൗണ്ടൻസി കേട്ടപ്പോൾ തന്നെ കുഴപ്പമില്ല, സീനില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ എടുത്ത ടോപ്പിക്ക്, അക്കൗണ്ടൻസിക്ക് എടുത്ത ടോപ്പിക്ക് എനിക്ക് കിളി പോയി. എനിക്ക് എന്തൊക്കെയോ എവിടുന്നൊക്കെയോ കിളി പോയ പോലെയൊക്കെ ആയിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയായിരുന്നു. എനിക്ക് ഫസ്റ്റ് ടൈമാണ് അക്കൗണ്ടൻസി ക്ലാസ് ഇരുന്നിട്ട് മൊത്തത്തിൽ കിളി പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെയല്ല അക്കൗണ്ടൻസി എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി വരുന്നു. ഫസ്റ്റൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു അക്കൗണ്ടൻസി. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ അക്കൗണ്ടൻസി, നിങ്ങൾ പറയുന്ന പോലെ അത്ര പാടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞു തരുന്നതാണ്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ എൻ്റെ കിളി പോയി. മിക്ക കാര്യങ്ങളും വേണം പറയുന്നതൊക്കെ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ അങ്ങോട്ട് പോവുകയാണ്, നിൽക്കുന്നില്ല. എന്തൊക്കെയാ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ ആ നോട്ട് അങ്ങോട്ട് എഴുതിയെടുത്തു. വേറെ ഒന്നും ചെയ്യണ്ടായിരുന്നില്ലല്ലോ. അപ്പം മാഡം പറഞ്ഞു തന്ന ആ നോട്ട് അങ്ങോട്ട് എഴുതിയെടുത്ത് എന്നിട്ട് ഇങ്ങനെ വായും പൊളിച്ചിരിക്കുമായിരുന്നു ആ ക്ലാസ്സിൽ. പിന്നെ എന്താ ബിസിനസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിസിനസ് എനിക്കിങ്ങനെ എഴുതാനായിട്ട് കുറേ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്നത്തെ IP ക്ലാസ് കേട്ടപ്പോഴേക്കും എനിക്ക് IPയോട് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം എനിക്ക് മാഡം സോൾവ് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സംഭവം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് IP. എനിക്ക് ആദ്യം ഒട്ടും ഇഷ്ടമല്ല, എന്നിട്ട് ഇപ്പോൾ ഇഷ്ടം തോന്നി തുടങ്ങിയൊരു സബ്ജക്റ്റാണ് IP. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലാവാണ്ടാവുന്ന സബ്ജക്റ്റാണ് അക്കൗണ്ടൻസി. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല. പിന്നെ ഫസ്റ്റ് തൊട്ട് ഇത്ര വരെ എനിക്ക് ഒട്ടും പറ്റാത്തൊരു സബ്ജക്റ്റ് എക്കണോമിക്സ് ആണ്. അപ്പോൾ ഇതുവരെയും എക്കണോമിക്സിനെ പറ്റിയിട്ടൊരു അഭിപ്രായം മാറിയിട്ടില്ല. അത് എന്തോ ഒരു എതിർപ്പ് എനിക്ക് എക്കണോമിക്സിനോടുണ്ട്. അത് മാറുന്നതുമില്ല. അത് പതുക്കെ നമ്മൾ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എക്സാമൊക്കെ എടുക്കാറായി, വേറെ വഴിയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ഒരു സബ്ജക്റ്റായി മാറിയിരിക്കുന്നു എക്കണോമിക്സ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടേണ്ടി വരുന്ന സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. എന്നാലും ഞാൻ മാത്സ് എടുക്കാമെന്ന് എൻ്റെ വലിയ ഭാഗ്യം. എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ എന്തായാലും അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.